പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വലിയ രീതിയിലുള്ള പിന്തുണയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക നേതാക്കളെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. ഇതാണ് പാകിസ്ഥാനെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്നത്. സൗദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിനായി പോയപ്പോൾ, ജിദ്ദയിലേക്ക് പോയപ്പോൾ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് ഇതുവരെ സൗദി ആർക്കും കൊടുക്കാത്ത തരത്തിൽ ആകാശമാർഗം സൗദിയുടെ ജെറ്റ് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയും നരേന്ദ്രമോദിക്ക് ബഹുമതി കൊടുക്കുകയും ചെയ്തു. ആകാശത്ത് നിന്ന് തന്നെ സൗദി അറേബ്യ സ്വീകരിക്കുന്നതാണ്, നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സമാനമായ രീതിയിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള പിന്തുണ ഏറി വരികയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനെ ഇതെല്ലാം വളരെ അധികം അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ 28 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും പ്രധാന നടപടി സ്വീകരിക്കുമോ എന്ന് പല രാജ്യങ്ങളും കാത്തിരിക്കുകയാണ്. സ്വീകരിച്ചാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് പല രാജ്യങ്ങളും പറയുകയാണ്. എന്തായാലും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള രോഷമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രസിഡന്റ് മെലോണിക്കും പുറമെ 10ലേറെ ലോക രാജ്യത്തെ നേതാക്കന്മാർ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ട് വിഷയങ്ങൾ ആരായുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ മണ്ണിൽ നടന്ന ഭീകരാക്രമണത്തെ ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു. ഇന്ത്യയിലെ ജനങ്ങളോടും ഇരകളുടെ കുടുംബത്തോടും അദ്ദേഹം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയുടെ ഉറച്ച ദൃഢനിശ്ചയം വീണ്ടും ഉറപ്പിച്ചു എന്നാണ് കൃത്യമായി രൺധീർ ജയ്സ്വാൾ പറയുന്നത്. ജോർദാൻ രാജാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ജോർദാൻ രാജാവ് അബ്ദുള്ളയും പ്രധാനമന്ത്രിയെ മോദിയെ വിളിച്ച് ഭീകരാക്രമണത്തെക്കുറിച്ച് അപലപിച്ചു. വിദേശകാര്യ മന്ത്രാലയം ജയ്സ്വാൾ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. നിരപരാധികളുടെ മരണത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. തീവ്രവാദം അതിന്റെ എല്ലാ രൂപങ്ങളും പ്രകടനങ്ങളിലും നിരസിക്കപ്പെടണം, അതിന് ഒരു ന്യായീകരണവുമില്ല. ഐക്യത്തിന്റെ സന്ദേശത്തിന് അബ്ദുള്ള രണ്ടാമൻ രാജാവിനോട് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി ഹീനമായ ആക്രമണത്തിന് പിന്നിലുള്ള കുറ്റവാളികളെ ഇന്ത്യ തറപറ്റിക്കുമെന്ന് പറയുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീം റാങ്കുലി, US വൈസ് പ്രസിഡന്റ് JD വാൻസ്, നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അങ്ങനെ ഇറ്റാലിയൻ പ്രസിഡന്റ് മെലോനി, UK-യുടെ നിലവിലുള്ള ഭരണാധികാരി, ഫ്രാൻസിലെ, ജർമ്മനിയിലെ ഭരണാധികാരികൾ, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ, അങ്ങനെ ലോകത്തെ എണ്ണം പറഞ്ഞ ലോകശക്തികളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള അപ്ഡേറ്റുകൾ ആരായുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമ വിവരങ്ങൾ, എന്ത് പറ്റി, എന്തായി കാര്യങ്ങൾ, എന്തെങ്കിലും ചെയ്തു തരണോ എന്നുള്ള ചോദ്യങ്ങളുമായി ലോകരാജ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.